ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായിട്ട് പോയതാണ്. അപ്പോൾ സവാളയും ക്യാപ്സിക്കം ഏകദേശം ആയി വന്നാൽ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ സവാള ഒരുപാട് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. കൂടെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ചിക്കന്. ഇനി ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സവാളയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടി ടേസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും. ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കന് ചെറുതായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുത്ത സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിൽ കുറച്ച് മയണൈസ് എടുത്തിട്ടുണ്ട്. മയണൈസിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 1 കോഴിമുട്ട, 1 അല്ലി വെളുത്തുള്ളി, പിന്നെ പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് കുബൂസാണ്. ഞാനിപ്പോൾ കുബൂസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. കുബൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി എടുക്കാം, മൈദപ്പത്തിരിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ കുബൂസ് ഇതുപോലെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ മയണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുബൂസിനെ 3 പോർഷനാക്കി മാറ്റിയിട്ട് ഒരു ഭാഗത്ത് മയണൈസ്, അതിൻ്റെ സെൻറ്ററിലായിട്ട് ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗത്ത് കുറച്ച് മയണൈസ് ചേർത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ ചിക്കനിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് കുബൂസ് പകുതിയായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സും മയണൈസും ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ടൊമാറ്റോ കെച്ചപ്പും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ചിട്ട് 2 ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് കളറ് മാറി കിട്ടണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താലും മതിയാവും. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുബൂസൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചപ്പാത്തി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.